വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടികൾ ചിലവഴിച്ച് നവീകരിച്ച കാഞ്ഞിരപ്പുഴ റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചു. കാഞ്ഞിരം ജംഗ്ഷനിലാണ് നടപ്പാതയോട് ചേർന്ന് അപകടകരമായ വിധത്തിൽ റോഡിൽ കുഴിയെടുത്തിരിക്കുന്നത്. കുഴിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ. ഇതുമാതിരി കുഴിച്ചിട്ടേ ഒരു കുട്ടിയും അമ്മയും കൂടി നടന്നു പോവാണ്. കുട്ടി ഇങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ കുട്ടിയുടെ കാല് വഴിച്ചിട്ട് അതിനകത്തേക്ക് വീഴാൻ പോകുമ്പോൾ ഞാനാ പിടിച്ച് കയറ്റി. ഇതുമാതിരി കുഴിച്ചിട്ട് എത്ര കാലം വെച്ചിട്ട് അതിങ്ങനെ ചെയ്തിട്ട് നല്ല റോഡ് കുത്തിപ്പൊളിക്കാനും ഒരു പണി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതേപോലെ ഒരു ബലം കിട്ടണ്ടേ. രണ്ടാം പ്രാവശ്യം പണിയെടുത്താൽ ചൂട്ടിയെന്നല്ലേ. ഏറെക്കാലത്തെ കാത്തിരിപ്പിനും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് നവീകരിച്ചത്. ചിറക്കൽപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെ സുഗമായി യാത്ര ചെയ്യാൻ അടുത്ത കാലത്താണ് അവസരമൊരുങ്ങിയത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ കഴിയും മുൻപാണ് വാട്ടർ അതോറിറ്റി കാഞ്ഞിര സെന്ററിൽ വലിയ കുഴിയെടുത്തത്. കുടിവെള്ള പദ്ധതിയുടെ ചേംബർ സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ വഴിയാത്രക്കാർ വീഴുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പം പോകുകയായിരുന്ന കുട്ടി കുഴിയിൽ വീണു. ഓട്ടോ ഡ്രൈവർമാരാണ് കുട്ടിയെ രക്ഷിച്ചത്. ഒരു പട്ടി പെട്ടത് അതിനകത്ത് ഇത് മാന്തി പൊളിച്ചു പോയിട്ട്. അതേപോലെ മിഞ്ഞാന്നൊരു കുട്ടി പെട്ടു. നടന്നു പോണ സമയത്ത് ഒരു കുട്ടി പെട്ടു. ആ കാലുമുഴി ഇളകി കിടക്കുക. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഓട്ടോസക്കാരാണ് ആ പട്ടീനെ വലിച്ചു കയറ്റിയത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് കാരണം എന്താ വെച്ചാൽ ഇത് ഈ കോലത്തിലിട്ട് ഇനി പട്ടി മാത്രമല്ല വയസ്സായ ഇഷ്ടം പോലെ ആൾക്കാർ നടന്നു പോണതാ. അതിനകത്ത് പെട്ടില്ലേ, അതിനകത്ത് വെള്ളം കിടക്കുകയാണ്. ഇപ്പൊ രാത്രി യഥാസംഗതി ആയിട്ടാണ് പെട്ടെങ്കിൽ ആ വെള്ളം മതി ഒരാൾ മരിക്കാൻ. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗത്തിൽ തൂർത്ത് ബാക്കി പഴയതുപോലെ ക്ലിയർ ആക്കി തരിക, അത് മാത്രം ചെയ്താൽ മതി. വർഷങ്ങളോളം റോഡ് പണി മുടങ്ങിക്കിടന്നപ്പോഴൊന്നും ഇവിടെ ചേംബർ സ്ഥാപിക്കണമെന്ന് വാട്ടർ അതോറിറ്റിക്ക് തോന്നിയില്ല. ടാറിംഗ് പൂർത്തിയാക്കി ഇന്റർലോക്ക് കട്ടവിരിച്ച് എല്ലാ പണികളും പൂർത്തിയായതിനു പിന്നാലെയാണ് വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചത്. വലിയ കിടങ്ങു പോലെയുള്ള കുഴിയിൽ മദ്യക്കുപ്പികളും മറ്റും നിക്ഷേപിക്കുകയാണ്. ഓട്ടോ തൊഴിലാളികൾക്കും കുഴി പ്രയാസമാണ്. അടിയന്തരമായി കുഴി അടച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 15 ദിവസമായി ഇത് വന്നിട്ട് അവർ കുത്തിപ്പൊളിച്ച് രാവിലെ മുതൽ ഉച്ച വരെ വൈകുന്നേരം വരെ കിടന്ന് കുത്തിപ്പൊളിച്ചിട്ടേക്ക് അവർ പോയതാണ്. ഇത് ഓട്ടോറിക്ഷക്കാർക്കും ബുദ്ധിമുട്ടാണ്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. നടപ്പുകയാണ് തൊട്ടപ്പുറത്ത് കുട്ടികൾ കൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ പോകുന്ന വഴിയായത്. ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അവരോട് വന്ന് വേറെ ആക്കി തരാൻ പറയുക, ഇത് ഒന്നില്ല മൂടാൻ പറയുക. അതല്ലെങ്കിൽ അത് ചെയ്യാൻ എന്ത് പണിക്കാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പണി ചെയ്യാൻ പറയുക. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.